ഒറ്റ BLO ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച SIR-നെ എതിർക്കുന്നു, ശരിയാണ്. എന്താ CPM ചെയ്തത് പയ്യന്നൂരിൽ? CPM എന്താ ചെയ്തത്? BLO-യെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. BLA-മാരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണമെന്ന കോൺഗ്രസിന്റെ BLA-യെ കൂട്ടി വന്ന നിന്റെ കഥ കഴിക്കുന്നു പറഞ്ഞു. അതിനെ ഭീഷണിപ്പെടുത്തി. അല്ല, ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? അപ്പൊ ഈ BJP-യും CPM-ഉം ചെയ്യുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? സത്യസന്ധവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടർ പട്ടിക വികലമാക്കാൻ BJP ഒരു സ്ഥലത്ത് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ CPM അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഭീഷണിപ്പെടുത്തുകയാണ് BLO-മാരെ. NGO യൂണിയനിലെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിലെ അംഗമായ BLO-മാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുകാരുടെ UDF-കാരുടെ ആരെയും ഈ ഫോം മേടിച്ചു കൊടുക്കണ്ടെന്നാണ്. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകെ ഉണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLO-മാരെ ഈ SIR-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രസിഡന്റ് പറയും. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം. വേണ്ടാത്തത് കാണിച്ചാൽ ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധവും ഇല്ല. വേണ്ടാത്തത് ചെയ്താൽ എന്നാ പറഞ്ഞത്. മര്യാദയ്ക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ SIR-ന്റെ മറവിൽ രാഷ്ട്രീയം BLO-മാർ ചെയ്താൽ പുറകെ ഉണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. എല്ലാവർക്കും സഹകരിക്കുക. ദേശീയപാത വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ദേശീയപാത നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അത് കേട്ടില്ല, അതാ കുഴപ്പം. അത് ഈ കൈരളിയിലും ദേശാഭിമാനിലും വാർത്ത വന്നില്ല, ബാക്കി എല്ലാത്തിലും വന്നു. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ലാതെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നോ? കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, പശ്ചിമഘട്ട മലനിരകൾ ഉള്ള സ്ഥലത്ത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. തീരദേശപാത തീരെ ശോഷണം നടക്കുകയാണ് പല സ്ഥലത്തും. വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ. അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം, ഓരോ സ്ഥലവും പരിശോധിച്ചിട്ട് വേണം. ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശപാത. ഞങ്ങൾ സ്റ്റഡി നടത്തിയതാണ്. ഞങ്ങൾ KRailന്റെ സ്റ്റഡി നടത്തിയിട്ടാണ്, ഞങ്ങൾ എക്സ്പെർട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പോയത്? 300 അടി പൊക്കത്തിൽ അല്ലേ എംബാങ്ക്മെന്റ്. കേരളത്തിലെ 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ, 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ എംബാങ്ക്മെന്റ്. പിന്നെ 10 അടി പൊക്കത്തിൽ 2 സൈഡിലും മതില്. ഇപ്പൊ മഴ പെയ്തിരുന്നപ്പോ കാണായിരുന്നു, മറ്റേ വേനൽക്കാലത്ത് ട്രെയിനും മറ്റേ വർഷകാലത്ത് ബോട്ടും ഓടിക്കായിരുന്നു റെയിൽവേ ലൈനിൽ കൂടി.